നമസ്കാരം, അവിയൽ ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു 2 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഒരു പടകക്കടയുണ്ട്. അപ്പോൾ ആ പടകക്കടയിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈസ് റേഞ്ചും എല്ലാം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രാക്കേഴ്സിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത്. വോഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്രാക്കേഴ്സ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിലെ എല്ലാ പടകങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് റിൻഡോ ബ്രോ. ഹായ് ബ്രോ. ഇതാണ് ഷോപ്പിൻ്റെ പാർട്ട്ണറായിട്ടുള്ള റിൻഡോ ബ്രോ. അപ്പോൾ ബ്രോ നമുക്ക് ഇപ്പം സ്റ്റാർട്ടിങ് സ്പാർക്ലേഴ്സ് മുതൽ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ മെയിനായിട്ട് രമേശ് തന്നെയാണോ ഡീൽ ചെയ്യുന്നത്? രമേശാണ് കൂടുതലായിട്ട് ഇവിടെ കൂടുതലായിട്ടും. പിന്നെ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ ആൾക്കാരെ ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് അതർ ബ്രാൻഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ കാണുന്ന മോഡലൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. ഇതിൻ്റെ രമേശിൻ്റെ പിങ്ക് കളറാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ, ഓറഞ്ച് ലേറ്റസ്റ്റ് വരുന്ന കളറാണ്. ഇതിൽ രമേശിൽ മാത്രം വരുന്ന ഐറ്റംസ് ഇപ്രാവശ്യം ലോഞ്ച് ചെയ്താണ്. ഈ പ്രാവശ്യം ഓക്കെ. ഞാനോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമുള്ള കഴിഞ്ഞ പ്രാവശ്യമുണ്ട്. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പുകയില്ലാത്ത ടൈപ്പ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ 30 സെൻറ്റിമീറ്റർ അവൈലബിൾ ആണ്. 30 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. സ്പാർക്ലേഴ്സ് ഒക്കെ നമ്മൾ എത്രയാണ് സെഗ്മെന്റ് എത്രയാണ്? ഇവിടെ 8 രൂപ മുതലാണ് സ്പാർക്ലേഴ്സ് കൊടുക്കുന്നത്. രമേശിന് അറിയാലോ, രമേശ് ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ശരിക്കും രമേശിൽ 2 തരത്തിലുണ്ടല്ലോ അല്ലേ? ഈ രമേശ് എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ ഫാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ കയ്യിൽ വേറെ. അതെ, ഫാൻസി ഐറ്റം വേറെ തന്നെ വരുന്നത്. ഫാൻസിയില്ല. ഇതാണോ നമ്മൾ പറഞ്ഞിട്ടുള്ള? അതെ, ഇത് അണ്ടാൽ എന്ന് പറഞ്ഞ, പിന്നെ സിംബ എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് കൂടെ ഈ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പം നെക്സ്റ്റ് ഇപ്പം നീ നോക്കുകയാണെങ്കിൽ ഇതില്ലേ ഫ്ലവർ പോട്ടില്ലേ? അതെ. നമ്മളിപ്പോൾ എത്ര ബ്രാൻഡ്സ് നമ്മളിവിടെ ചെയ്യുന്നത്? 5ഓളം ബ്രാൻഡാണ് ഇവിടെ ചെയ്യുന്നത്. പാണ്ടി ചെയ്യുന്നുണ്ട്, സെഞ്ചുറി ചെയ്യുന്നുണ്ട്, IN ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിലാണോ ഫ്ലവർ പോട്ട് ബിഗിലാണോ സ്റ്റാർട്ട്? അതെ, ബിഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഗിൻ്റെ തന്നെ 1-2 വെറൈറ്റീസ് പറയുന്നത് വേറെ ബ്രാൻഡ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഫ്ലവർ പോട്ട് സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 50ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അത് ഇത് ചക്രമാണ് അല്ലേ? ചക്രയുടെ ബിഗ് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്മോൾ മീഡിയം നമ്മൾ വെച്ചിട്ടില്ല. ഓക്കെ. അതും 50ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് TVK വേറൊരു ബ്രാൻഡ്. TVK നല്ല ഒരു അത്യാവശ്യം. ഈ സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണോ എല്ലാം ഇവിടെ കൊണ്ടുവന്നതോട് മൊത്തം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കാറുള്ളൂ. ഡാമേജ് ഉള്ള ഐറ്റംസ് നമ്മൾ തിരിച്ച് അല്ല, അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കലുണ്ടോ? അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം എന്നാലും ചില കേസിൽ ഇവിടെ വരുമ്പോൾ ചില മൊത്തം വണ്ടിൽ വരുമ്പോൾ അതിൽ ചില ഡാമേജ് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്റ്റോക്ക് ഇവിടെ വെക്കാറില്ല, അപ്പോൾ തന്നെ തിരിച്ചയക്കുക. ഇതിൽ ഫ്ലവർ പോട്ട് ബിഗ് മുതൽ സൂപ്പർ ഡീലക്സ് വരെയാണോ? അതെ, സൂപ്പർ ഡീലക്സ് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സ്പിന്നർ വരുന്നുണ്ട്, സ്പിന്നർ ഡീലക്സ് വരുന്നുണ്ട്. സ്പിന്നർ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ഇതിലേക്ക് വരും. അതെ അതെ അതെ. ഇത് പാണ്ഡ്യന്റെ ചക്ര ഡീലക്സ് ആണ്. ഇതിന്റെ തന്നെ സ്പിന്നറും ഉണ്ട്, സ്പിന്നർ ഡീലക്സും കൂടെ ഇതിന്റെ കൂടെ വരുന്നത്. ഈ ടൈപ്പ് തന്നെ, പക്ഷേ പ്ലാസ്റ്റിക്കിൽ വരുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല ടൈമിംഗ് കിട്ടുന്ന ഐറ്റം. ഇത് നല്ല ടൈമിംഗ് കിട്ടുന്നത്. ഇതിന്റെ ബിഗ് തന്നെ അത്യാവശ്യം നല്ല ടൈമിംഗ് കിട്ടുന്ന ഐറ്റം. ഇതിന്റെ ചട്ട നോർമൽ ചട്ടതിന് പകരം പ്ലാസ്റ്റിക്കിന്റെ വരുന്ന അതുകൊണ്ട് അതാവുമ്പോ പിന്നെ ഏത് പ്രതലത്തിലും കറങ്ങിക്കോളും. പിന്നെ അവിടെ ഫ്ലവർ പോട്ട് അതിപ്പം എങ്ങനെയാണ്? ഏത് ബ്രാൻഡിന്? അത് ഗ്രീൻ കളർ ശക്തി എന്ന് പറയുന്ന ബ്രാൻഡ്. അത് നല്ല ഗ്രീൻ കളർ കോട്ടി പോലെയാണ്. ആണെങ്കിലും ഗ്രീൻ ആണ് സ്പെസിഫൈ ചെയ്തത്. ഓക്കെ. ഗോൾഡൻ വിരിയുന്നതിന് പകരം ഗ്രീൻ മാത്രമാണ്. വെറൈറ്റി ആണ് അല്ലേ? പിന്നെ ഇത് നോർമൽ കളർ കോട്ടി തന്നെ. നോർമൽ കളർ കോട്ടി. ഓക്കെ. അത് റെഡ് ആൻഡ് ഗ്രീനിൽ വരുന്നത് പാണ്ഡ്യന്റെ ഒരു ഐറ്റം ഉണ്ട്. റെഡ് ആൻഡ് ഗ്രീൻ മാത്രം വരുന്നത്, ഗോൾഡൻ അതിൽ കാണില്ല. അത് പിന്നെ നമ്മുടെ ഇതില് വീലിലുള്ള വെറൈറ്റി ആയിരിക്കും അല്ലേ? ലോട്ടസ് വീല്. അത് ഈ പൂക്കുറ്റി മാതിരി രണ്ടും കൂടി ബിഗിന്റെ ഐറ്റംസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ബിഗിന്റെ കുറെ ഐറ്റം ഇനി വരാനുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്റ്റോക്കിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും? സ്റ്റോക്കിന്റെ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. ഈ ചെറിയ കൺജസ്റ്റഡ് ആയിട്ട് ഒരു പ്രശ്നം. കുരുവി 5 രൂപയുടെ ഉണ്ട്, 25 ഉണ്ട്. ഇതിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റിലാണ്. ഇതിൽ 3 ചുറ്റാണെങ്കിൽ ഇതിന് 4 ചുറ്റുണ്ടാവും. ആൾക്കാർ അങ്ങനെയൊക്കെ കവളിപ്പിക്ക് വിടുന്നത്. അപ്പോൾ റേറ്റ് കുറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ആ ക്വാളിറ്റി അതിന് കാണും. അപ്പോൾ
10 രൂപയുടെ കുരുവി ഇവിടെ ഉണ്ട്. ആ നല്ല കുരുവി 10 രൂപയുടെ ആയിരിക്കും. ഡബിൾ സൗണ്ടും കാണും, എല്ലാം കൃത്യമായിട്ട് പൊട്ടുകയും ചെയ്യും. മറ്റേത് നമുക്ക് കമ്പനി അഷ്യൂർ അല്ലാത്തതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി അത് രണ്ടും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് സാധനം വെച്ചു. ഇപ്പൊ അവർക്ക് വേണ്ടവർക്ക് ഇതും നമുക്ക് കൊടുക്കാന്നുള്ളത്. 2.25 കുരുവി കഴിഞ്ഞാൽ പിന്നെ 3 ഇഞ്ച് ലക്ഷ്മി, പിന്നെ 4 ഇഞ്ച് ലക്ഷ്മി, 4 ഇഞ്ച് ഡിലക്സ് ലക്ഷ്മി, ഓക്കെ, പിന്നെ ഗോൾഡൻ ലക്ഷ്മി. ഇത്ര ഐറ്റംസാണ് വരുന്നത് ഈ ഒരു കാറ്റഗറിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. നിലവിലുള്ള ഇതിൽ വെച്ചിട്ട് കുരുവി സൈസിൽ ഏറ്റവും വലിയ ടൈപ്പ് ക്രാക്കർ വരുന്നതാണിത് ഗോൾഡൻ ലക്ഷ്മി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു 3 പ്ലൈ ബോംബിൻ്റെ ഒരു ഫംഗ്ഷൻ ചെയ്തത്. നല്ല പെർഫോമൻസ്, അടിപൊളി പറഞ്ഞു. 50 പീസിന്റെ ബണ്ടിലാണ്. 50 പീസിന്റെ ബണ്ടിലാണ്. 50 എന്ന് പറഞ്ഞാൽ 50-ൽ 50 പക്ക. ഇപ്പൊ ഇനി നോർമൽ ഫ്യൂസ് ഒഴിവായിട്ട് ഇപ്പൊ മറ്റേ വിസ്കോ വരുന്ന ടൈപ്പ് ഒക്കെ അത് വരുന്നുണ്ട്. 5 ഇഞ്ചിന്റെ മുതൽ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത്. 5 ഇഞ്ചിന്റെ സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടില്ല, അത് വരാനുണ്ട്. വരാനുണ്ട്, ഓർഡർ കൊടുത്തിട്ടുള്ള സാധനം. ബോംബിന്റെ ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ്റം ബോംബ് മുതലാണ്. ആറ്റം ബിഗും ആറ്റം സ്മോളും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള ആറ്റം ബിഗ് ആണ്, നോർമൽ ഫ്യൂസ് ആണ് വരുന്നത്. പിന്നെ തൊട്ട വലുത് ഹൈഡ്രോ ബോംബ്, ഇത് നോർമലാണ് വരുന്നത്. വിസ്കോ ഫ്യൂസ്. പിന്നെ ബോംബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ബോംബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപ മുതലാണ്. ഇത് ജുറാസി ഗൊറില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്, 3 പ്ലൈ വരുന്ന ടൈപ്പ്. പിന്നെ ജുറാസിക്ക് 7 പ്ലൈ വരും. ജുറാസിക്ക് ഇതൊക്കെ പാണ്ടി എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. പാണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നും പൊട്ടാതിരിക്കില്ല, എല്ലാം പൊട്ടിയിരിക്കും. ഇത് ഡിജിറ്റലിന്റെ ആണ്. 7 പ്ലൈയിൽ വരുന്നത്, വലിയ സിലിണ്ടർ ടൈപ്പ് വരുന്നത്. അടുത്തത് കിങ് റൈഡർ ടൈപ്പ് മെഗാ. ഇതാണ് അപ്പം നമ്മളെ കയ്യിലുള്ള ഏറ്റവും വലുത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അല്ലേ? ഇപ്പൊ വലിയ ടൈപ്പ് ഇതിപ്പോ നമ്മളെ കിങ് റൈഡർ ഒക്കെ പറയുന്ന കിങ് റൈഡറിന്റെ അത്രയും പെർഫോമൻസ് കമ്പനി വരുന്നത്. നമുക്ക് ഏകദേശം ഇത് 300 സംതിങ് ആണ്, 300 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫാൻസി നോവൽറ്റി സെഗ്മെന്റ് ഇല്ലേ? അതെ. മെയിനായിട്ട് ഇപ്പം സ്പിന്നർ ടോപ്പ് വരുന്നുണ്ട്, വണ്ടർ ഷവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ഷവർ ടൈപ്പിലുള്ള ടൈപ്പ്. ഓക്കെ. പിന്നെ ഡിസ്കോ വീൽ വരുന്നുണ്ട്. ഡിസ്കോ വീൽ എന്ന് പറയുമ്പോൾ അത് ഡിസ്കോ വീൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വരുന്നത്, അടിയിൽ ചക്രം തന്നെ റൊട്ടേറ്റിംഗ് രണ്ട് സൈഡിലേക്ക് കറങ്ങുന്ന. ഒരു സൈഡിലോട്ട് കറങ്ങിയതിന് ശേഷം രണ്ടാമത് തിരിച്ച് ആന്റി റൊട്ടേറ്റിംഗ്, ആന്റി ക്ലോക്ക് വൈസ്. പീക്കോക്ക് നമുക്ക് 5 ഫെദർ ആണോ അല്ലെ 3 ഫെദറിൽ വരുന്ന? അതിപ്പോ നമുക്ക് എത്ര പീക്കോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്? പീക്കോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 120 രൂപന് പീക്കോക്ക് അവൈലബിൾ ആണ് 3 ഫെദർ. പിന്നെ ഇത് ലോട്ടസ് വീല് വരുന്നുണ്ട്. ജയ്ശ്രീ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലോട്ടസ് വീല് വരുന്നത്. പിന്നെ സ്റ്റാർ വെല്ലും വരാറുണ്ട്. ഒറ്റ പാക്കറ്റിൽ 5 പീസ് വരുന്നു. 5 പീസ്, അതും ഈ പ്ലാസ്റ്റിക് ചട്ട പ്ലാസ്റ്റിക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വർക്കിംഗ്. ഈ സ്റ്റാർവെല്ല് ഫാൻസി സെഗ്മെന്റിൽ സ്റ്റാർവെല്ല് പക്ക വർക്കിംഗ് ആണ്. സ്റ്റാർവെല്ലിന്റെ കുറെ മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന പോലെ 4x4 എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ സാധനമായിരുന്നു സ്റ്റാർവെല്ല്. പിന്നെ അതുപോലെ അവരെ ഒരു ഡിജിറ്റൽ വാല ടൈപ്പില് 90 വാട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതൊക്കെ നല്ല ലീഡിങ് ആയിട്ടുള്ളതായിരുന്നു. സ്കൈ ഷോട്ട്സ് ഇല്ലേ? അതെ. പാണ്ടിന്റെ പെൻഡ ടൈപ്പ് വരുന്ന ഒരു ഐറ്റം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുപോലെ തന്നെ ഈ പെൻഡകൾ, അതും പെൻഡ ടൈപ്പ് വരുന്ന ടൈപ്പ്. അതുപോലെ തന്നെ മദേഴ്സിന്റെ 7 ഷോട്ട്, ഇതിന്റെ മദേഴ്സിന്റെ ഇനി പെൻഡ ഒക്കെ ഉണ്ട്. പെൻഡ ടൈപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 150 രൂപ മുതൽ 150 മുതൽ പെൻഡാസ് അവൈലബിൾ. അതെ. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിന്റെ അപ്പുറത്ത് ചാട്ട അല്ലേ? 4 ഇഞ്ച് 2.5 ഇഞ്ച് ചാട്ടാസ് ഒക്കെ ഇല്ല. 2.5 ഇഞ്ച് ചാട്ടാസ് വെച്ചിട്ടില്ല ഇവിടെ. 4 അടി ചാട്ട. പിന്നെ അതിന്റെ മുകളിലേക്ക് ഇപ്പൊ ഈ 1 ഇഞ്ച് സ്കൈ ഷോട്ട് കഴിയുകയാണെങ്കിൽ മുകളിലേക്ക് നമുക്ക് 2 ഇഞ്ചാ? ഇല്ല, 1.5 ഇഞ്ച് സ്കൈ ഷോട്ട് വരുന്നുണ്ട്, 2 ഇഞ്ച് വരുന്നുണ്ട്, 2.25 വരുന്നുണ്ട്, 2.5 വരുന്നുണ്ട്, 3 ഇഞ്ച്, 3.5 വരെ. അപ്പൊ നമുക്ക് ഏകദേശം 4 ഇഞ്ച് വരെ പോകും. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ സ്കൈ ഷോട്ടിന്റെ ഏറ്റവും ടോപ്പുള്ള സാധനമൊക്കെ വരുമ്പോ ഏകദേശം സ്കൈ ഷോട്ടിന്റെ വരുന്നത് 6 ഇഞ്ചിന്റെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല, സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1000 സംതിങ്ങിന്റെ ഒക്കെ റേഞ്ച് അത്രയും പോകൂല്ലേ? നമുക്കിപ്പോ ഈ ഒരു സാധനം, ഈ ഒരു സെഗ്മെന്റ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം തന്നെ നിങ്ങൾ പിന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇത് പൊട്ടി നന്നായി വിരിയുന്ന ഐറ്റം കൂടെ. എല്ലാം പാണ്ഡ്യൻ തന്നെ. അതെ, എല്ലാം പാണ്ഡ്യൻ. സ്കൈ ഷോട്ട് എല്ലാം പാണ്ഡ്യൻ തന്നെയാണ്. അപ്പൊ മൾട്ടി ഷോട്ട് വരുമ്പോഴും പാണ്ഡ്യൻ തന്നെ. അതെ, മൾട്ടി ഷോട്ടും പാണ്ഡ്യനും അല്ല, അതേഴ്സിന്റെ ഒരു ബ്രാൻഡ് കൂടെ, ഇഷ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടെ എടുത്തിട്ടുണ്ട്.
ഇഷയിൽ നമ്മൾ ഫ്ലവർ പോട്ട് എല്ലാം തന്നെ കണ്ടു കുറച്ചെണ്ണം കണ്ടില്ലേ? അപ്പോൾ അത് പുതിയ മദേഴ്സിന്റെ പുതിയ ബ്രാൻഡ് അത്. മദേഴ്സിന്റെ അവര് അത് പൊട്ടിയതിനു ശേഷം കമ്പനി തീ പിടിച്ചതിന് ശേഷം പുതിയ ബ്രാൻഡാണ് ഇഷ. ഓക്കെ നല്ല വർക്കിംഗ് ഉണ്ട് മദേഴ്സിനെ പോലെ തന്നെ, നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ വേണ്ടി. വിശ്വസിച്ച് കൊടുക്കാം. ഇവിടെ വാലാസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 24 ജയൻ്റ് മുതലാണ്. അത് കഴിഞ്ഞിട്ട് 56 ജയൻ്റ്, പിന്നെ 24 ഡീലക്സ്, 50 ഡീലക്സ്, അത് കഴിഞ്ഞിട്ട് 100 ഡീലക്സ്, ഇങ്ങനെ എഴുതാം. വാലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3ഓളം ബ്രാൻഡുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ 450 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1Kയുടെ 420 കൗണ്ട് കറക്റ്റ് വരുന്നത് 1K ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ 2K ഹാഫ് കൗണ്ട് സാധനം അല്ലേ? അതെ. പിന്നെ 10K വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്, വളരെ അഫോർഡബിൾ ആയിട്ട്. ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഇത് കൗണ്ട് കുറഞ്ഞത് വരുന്നുണ്ട്, നമുക്കറിയാലോ. ഇത് കൗണ്ട് കുറച്ചിട്ട് 10K എന്ന് പറഞ്ഞാൽ ഇത് വിടുന്നുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്, വെയിറ്റും നല്ല അടിപൊളി വർക്ക്. നമുക്കിപ്പോൾ വാലാസൊക്കെ 1000 വാലാസൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 150 രൂപ മുതൽ, 150 മുതൽ. തീരെ 70 രൂപ മുതലൊക്കെ ഇവിടെ വാലാസ് ഉണ്ട്. പക്ഷേ അറിയാലോ അതിന്റെ ക്വാളിറ്റി കൗണ്ടിലൊക്കെ വഴി വെച്ചു. ശരിയാണ്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഏകദേശം ഹാഫ് കൗണ്ടിന്റെ അടുത്ത്, ഇപ്പൊ 500ന്റെ അടുത്ത് ഹാഫ് കൗണ്ട് കറക്റ്റ് വരുന്നുണ്ടാവും. ഹാഫ് കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബ്രോ ഒത്തിരി താങ്ക്സ്. ഇത് പിന്നെ നമ്മുടെ സുഹൃത്തും കൂടിയാണ് റിൻഡോ ബ്രോ. നമ്മളൊരു 3 വർഷമായിട്ട് നമുക്ക് പരിചയമുണ്ട്. ഇതൊരു ഫീൽഡിൽ എന്താ പറയുക, ഭയങ്കര ഒരു ക്രേസോട് കൂടിയിട്ട് ഒരു പടകപ്പീഡിയ തുടങ്ങിയ ഒരാൾ കൂടിയാണ്. നിങ്ങൾ ഒരാളല്ല, ഒരാളല്ല, ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരെ പാർട്ട്, 5 പേര് ഇതിന്റെ പ്രൈസിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയത്. ഇപ്പം നമ്മളിപ്പോൾ കുറേ എണ്ണത്തിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിഷു ടൈം അടുപ്പിച്ച് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എല്ലാം കൂടാൻ സാധ്യത ഒരിക്കലുമില്ല. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് സെയിം ആയിരിക്കും അവസാനം വിഷുവിന്റെ അന്ന് വരെ, ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ചില സ്റ്റോക്കൊക്കെ ഔട്ടായി കഴിഞ്ഞാലുള്ള ചില വിഷയങ്ങളുള്ളൂ. ശരിയാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേറ്റിൽ നേരത്തെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ. ഓക്കെ. ലൊക്കേഷൻ ഒന്ന് പറയുകയാണെങ്കിൽ പേരാമ്പ്രയിൽ നിന്ന് കുറ്റ്യാടി റോഡിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് കല്ലോട് കഴിഞ്ഞിട്ട് HP പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് 100 മീറ്റർ അടുത്ത സൈഡിൽ. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. 20ഓളം ബ്രാൻഡ്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാം അഫോർഡബിൾ പ്രൈസാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നാട്ടുപ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റാണ് നല്ലത്, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അതിനനുസരിച്ച് അവർ പറയുന്ന സജഷൻ അനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മളെ പർച്ചേസ് നടത്താറ്. ഈ വിഷു നമുക്ക് വോഗ് ക്രാക്കേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വരിക, ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി വിഷു. അഫോർഡബിൾ പ്രൈസിന് പക്ക ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു, പക്ക ആയിട്ട് ഇവർ അഷ്വർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു വിഷുവിൻ്റെ പർച്ചേസിന് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇവരെ ഒരു പേര് കൂടി ഉൾപ്പെടുത്തുക. നമ്മളെ വകയും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവർക്കും നേരുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.